ഇവിടെ എത്തിയിട്ടുള്ള വിവിധ തലങ്ങളിലെ ഉള്ള ആളുകളുടെ എണ്ണം ഒരു വാർഡിൽ നിന്ന് 10 പേര് വെച്ച് കൂട്ടിയാൽ 18 വാർഡിൽ 180 പേര് ഇവിടെ വരണമായി. അതിനനുസരിച്ചുള്ള പങ്കാളിത്തം ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതും ഗൗരവകരമാണ്. അതുകൊണ്ട് എത്തിയിട്ടുള്ളവർ എല്ലാ വാർഡിൽ നിന്നും പ്രാതിനിധ്യമുണ്ട്. അവർ അതാത് വാർഡുകളിൽ ഇടപെട്ടിട്ട് എങ്ങനെയൊക്കെ നമ്മളുടെ ഓരോ തലങ്ങളും വിശിഷ്യ എടുത്തു പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ നെൽകൃഷിയാണ്. നെൽകൃഷി സജീവമായിരുന്നു. ഇപ്പോ അതിൽ കുറച്ച് പുറകോട്ടടി വന്നിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിന് പല മാർഗങ്ങളും മന്ത്രിക്ക് ഉപദേശങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന് മുൻഗണന നൽകും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിൽ നിന്നും കൂടെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളും ചർച്ചകളും ഒക്കെ തുടർന്ന് ഉണ്ടാകുന്നില്ല. നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ 19 വർഷമായിട്ട് വലിയ രീതിയിലുള്ള മാറ്റം എല്ലാ മേഖലയിലും ഉണ്ട്. എന്നാൽ ആ മാറ്റങ്ങൾ ഇനിയും വളരെ ആർജവത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പൊ തന്നെ എല്ലാ രീതിയിലുള്ള തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് പൂർണ്ണമായി നമുക്ക് കഴിച്ചിട്ടില്ലല്ലോ. നമുക്കത് കയ്യെത്തണമില്ല. കാര്യം നമ്മളിലെ നല്ലൊരു ഭാഗം ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നത് PSC വഴിയുള്ള നിയമനങ്ങളാണ്. കുറച്ചുപേർ ആഗ്രഹിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ പോയി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പല മേഖലയിലായിട്ട് നമ്മുടെ ജീവിതാഭിവൃദ്ധിക്ക് വേണ്ടി തൊഴിലെടുക്കുമ്പോഴും അതൊന്നും പൂർണ്ണമാവുന്നില്ലല്ലോ. ഇത്തരം നമ്മളൊരു സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 30-35% യുവതി യുവാക്കൾ തൊഴിലില്ലാതെ സമരത്തിൽ ജീവിക്കേണ്ടി വരുന്നത്. ഇത് പരിഹരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു ലക്ഷ്യം. നമുക്കറിയാം, കൊട്ടാരക്കരയെ സംബന്ധിച്ച് വികസന പെരുമഴ എന്ന് തന്നെ പറയാം. അത് നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ എടുത്തു നോക്കിയാൽ കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും നെടുമൺകാവിലെ മാർക്കറ്റ് എടുത്ത് പരിശോധിച്ചാലും നമ്മുടെ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകൾ എടുത്ത് പരിശോധിച്ചാലും കൊടുമുടിക്കാട് സ്കൂളായാലും കരീപ്പുറ സ്കൂളായാലും തൃപ്പലേരി സ്കൂളായാലും ഈ നിലയിലെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് കൊട്ടാരക്കര മണ്ഡലത്തിൽ ആ നിലയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കുന്നതിനാണ് സമഗ്ര കൊട്ടാരക്കര എന്ന പദ്ധതി നമ്മുടെ ധനകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു മാതൃകയാകുന്ന പദ്ധതികൾ നിങ്ങളെ ഓരോരുത്തരും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാനായി ബഹുമാന്യനായ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പൊ എന്താണ് ഈ സമഗ്രമായിട്ടുള്ളൊരു കൊട്ടാരക്കരയുടെ വികസനം സമൃദ്ധമാക്കുന്നത് എങ്ങനെയാണ് കൊട്ടാരക്കര എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതെന്താ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും 5 കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യണമെന്നാണ് നമ്മൾ മണ്ഡലാടിസ്ഥാനത്തിൽ കൂടിയിട്ട് ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് ലാൻഡ് യൂസ് ബോർഡാണ് അതിൻ്റെ അടിസ്ഥാന രേഖകൾ തയ്യാറാക്കിയത്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ പിന്നെ ഇതിൻ്റെ സൈറ്റ് www.kottarakara.lac.com ഇല്ലേ, അടിച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിലെ എല്ലാ സ്ഥലത്തും ഇപ്പം നിങ്ങൾ ഈ വാർഡ് എടുത്താൽ ഈ വാർഡിൽ എവിടെയാണ് ഒരു കുളമുള്ളത്, എവിടെയാണ് പാടശേഖരം ഉള്ളത്, ആ പാടശേഖരത്തിൽ നേരത്തെ എങ്ങനെ നമ്മുടെ ഇത്തിക്കരയുടെ കൈവഴിയായിട്ടുള്ള നമ്മുടെ തോടാണ്, സാമാന്യം വലിയ തോട്. വെള്ളം നല്ലപോലെ വരുമ്പോൾ വെള്ളപ്പൊക്കം അവിടെ ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പോൾ വെള്ളം നല്ലപോലെ ഒഴുകും. ചെറു തോടുകൾ ധാരാളമുണ്ട്. ഇതിലെ വെള്ളം കൃത്യമായിട്ട് ഒഴുകണം. വെള്ളം ഒഴുകുക എന്ന് പറയുന്നത് മാലിന്യം മുക്തമാവുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രക്തം ശരീരത്തിൽ കൂടെ കൃത്യമായിട്ട് ഒഴുകിയില്ലെങ്കിലാണ് ബ്ലോക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് പ്രകൃതിയെ സംബന്ധിച്ച് വെള്ളം ഒഴുകും. അതിനകത്ത് തടസ്സമുണ്ടായാൽ ഇപ്പോൾ ഇതൊക്കെ ഗൗരവമുള്ള കാര്യമാണെന്നാണല്ലോ അമീബ വഴിയുള്ള തലച്ചോറിന് രോഗം ഉണ്ടായത് ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. വെള്ളത്തിൻ്റെ ശുദ്ധി, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട്. ചൂരൽമലയും വയനാട് സംസാരിക്കുമ്പോൾ തന്നെയാണ് തൊട്ടടുത്ത 3 മാസമാണ് ഉണക്ക്, വെള്ളം കിട്ടാനില്ല. വെള്ളം ആവശ്യത്തിന് സ്റ്റോർ ചെയ്യണം. നമുക്കിവിടെ കുന്നുംപുറമുണ്ട്, താഴ്ന്ന സ്ഥലമുണ്ട്. വെള്ളത്തിൻ്റെ പ്രശ്നമാണ് പലപ്പോഴും. പഞ്ചായത്ത് പ്രസിഡന്റ് പശ്ചിമ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ പലതവണ കൽച്ചറയിലെ നമ്മൾ ഒരു ഡാം കെട്ടി, വെള്ളമില്ല, ഡാമല്ല തടയണ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തടയണ തള്ളിപ്പോയി. വെള്ളപ്പൊക്കം വന്നപ്പോൾ ചെറിയ മൺതിട്ട അടിച്ച ഉണ്ടാക്കി ചാക്കൊക്കെ നിറച്ച് അത് പോയി. അപ്പോൾ ഒരു സമയത്ത് വെള്ളമില്ല, വെള്ളം അടിക്കാൻ പമ്പ് ചെയ്യാൻ വെള്ളമില്ല. അടുത്ത സമയം നോക്കുമ്പോൾ ഈ തട്ടിപ്പോയി.
അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സമ്മിശ്രമായ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ വെള്ളം കിട്ടുന്ന സമയത്ത് കുടിവെള്ളം കിട്ടത്തക്ക വിധത്തിലേക്ക് ഓരോ സ്ഥലത്തും ലാൻഡ് വെള്ളത്തിനകത്ത് റീചാർജ് ചെയ്താൽ അത് നല്ലതാണ്, കൃഷിക്ക് നല്ലതാണ്, കിണറിന് നല്ലതാണ്, കിണറ്റിലെ വെള്ളത്തിന് നല്ലതാണ്. എന്നാൽ വെള്ളം ഒഴുകി പോകേണ്ട സമയത്ത് വെള്ളം ഒഴുകിപ്പോയില്ലെങ്കിൽ അവിടെ തങ്ങി വെള്ളപ്പൊക്കത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. വെള്ളവുമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ അങ്ങനെയുണ്ട്. പിന്നെ കൃഷിക്ക് ആവശ്യമായ വെള്ളം, ഈ കാര്യങ്ങൾ അങ്ങനെ നോക്കാം. അപ്പോൾ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വെള്ളം, ഗ്രൗണ്ട് വാട്ടറുമായി ബന്ധപ്പെട്ട കാര്യം, കൃഷിയുടെ ഒരു സമ്പുഷ്ടമായ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, നല്ല കാർഷിക മേഖലയാണ് കരിമ്പുഴ പഞ്ചായത്ത്. ആകെ നെൽകൃഷി ഇപ്പോഴും നല്ലപോലെ നടക്കുന്ന ചില ഏരിയകളുണ്ട്. അതിൻ്റെതായ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. പച്ചക്കറി കൃഷി കാര്യമായിട്ട് ചെയ്യാവുന്ന സ്ഥലമുണ്ട്. ഈ കൃഷി മാത്രം മതിയോ? എൻ്റെ അഭിപ്രായം, കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ആകർഷകമായ ഒരു കാര്യമായിട്ടല്ല. കുറേ സബ്സിഡിയൊക്കെ ഗവൺമെൻറ് കിട്ടുന്നതുകൊണ്ടാണല്ലോ പല മേഖലയിലും വളം മുതൽ കൃഷി പാടമൊരുക്കുന്ന മുതൽ പിന്നെ വില ഉൾപ്പെടെ. പക്ഷെ നമുക്ക് അത് മാത്രമാണോ സാധ്യത? നമുക്ക് ഒരു ഏക്കറിനകത്ത് കൃഷി ചെയ്താൽ ഇപ്പോൾ റബ്ബറിന് ഇച്ചിരി വില വന്നിട്ടുണ്ട്. ഇപ്പോൾ 250 രൂപ വന്നിട്ടുണ്ട്. ആ വില വന്നിട്ട് ഇച്ചിരി താന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞു. 170, 160 പോയി 250 പോയി സ്ഥിരമായി നിൽക്കുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. 200-അടുത്ത് നിന്നാൽ നമുക്ക് ആശ്വാസമാണ്. അത് നിൽക്കുമെന്ന് തോന്നില്ല. കാരണം അപ്പോൾ തന്നെ ഈ ടയർ കമ്പനികളാണല്ലോ ഇതിനെ നിശ്ചയിക്കുന്നത്. എന്നാലും അത് കൂടി പറഞ്ഞു. റബ്ബറിനകത്ത് നല്ല വിലയുണ്ടെങ്കിൽ 1 ഏക്കറിൽ നിങ്ങൾക്ക് 50,000 രൂപ ഒരു വർഷം കിട്ടുമോ?